പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വർഷക്കുട്ടിയുടെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ വെളിയിൽ പോകാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഏട്ടൻ നാട്ടിൽ പോയേക്കുമായിരുന്നു. അപ്പോൾ പോയിട്ട് വന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ആയിരുന്നു ബർത്ത്ഡേ. അവിടെ നിൽക്കുക. ബർത്ത്ഡേ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഗോൾഡ് റിംഗ് ആണോ ഫേക്ക് ഗോൾഡ് ആണോ? ഇത്ര പൈസ ആയോ? കറക്റ്റാ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. വർഷക്കുട്ടി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഗിഫ്റ്റ്. എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇന്നലെയാണ് എന്നോടും പറയണത് ഞാൻ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ രാവിലെ തന്നെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അപ്പോൾ പിന്നെ കുറേ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഏത് ഡ്രസ്സ് ഇടുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാൻ ഒന്ന് തീരുമാനിച്ചു. വർഷക്കുട്ടി ഫ്രോക്ക് ഇട്ടതുകൊണ്ട് എന്നോട് പറഞ്ഞ് അമ്മയും ഫ്രോക്ക് ഇട്ടാൽ മതിയെന്ന്. അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ആമസോൺ വഴിയാണ് വാങ്ങിയത് കേട്ടോ. വർഷയുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും വിവാൻ്റെ ഈസി ബൈ എന്നൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. എൻ്റെ ഡ്രസ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ല സുഖമുണ്ട് ഇടാൻ. പക്ഷേ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വർഷയുടെ ഡ്രസ്സ് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് വേണേൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നോക്കി വാങ്ങിച്ചോളൂ. അതിലും വെളിയിൽ പോയല്ലേ, എന്നാൽ പിന്നെ ഒരു സിനിമയും കൂടെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് രാവിലെ തൊട്ട് ഇങ്ങനെ മൂവി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. നമ്മളെല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ കാത്തു കേട്ടിരിക്കുകയാണ് ഏത് മൂവിക്കാണ് പോകുന്നതെന്നുള്ളത്. എന്തായാലും മലയാളം മൂവി ഒന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മൂവി തന്നെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം പോകുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം. പിന്നെ വൈകിട്ടാണ് കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏട്ടൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ അധികം വെളിയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ പിന്നെ വെളിയിലൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. വെക്കേഷൻ ആയതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോവണ്ടേ. അങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേനും ചെറിയ രീതിയിൽ മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. എന്നാലും നമ്മൾ ജാക്കറ്റൊന്നും എടുത്തില്ല. വലിയ തണുപ്പൊന്നുമില്ല, നല്ല ക്ലൈമറ്റാണ്. പിന്നെ മൂടിയിരിക്കുന്നതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ വന്നത് സിൽവർ ബേൺ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ. അവിടുത്തെ ഷോപ്പിംഗ് മോളിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സിനിമ ബുക്ക് ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പോൾ അതുവരെ നമുക്ക് ടൈമുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ എത്തി. ഒന്ന് ജസ്റ്റ് ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോഴാണ് ഓർത്തത് എന്തായാലും ഇപ്പോൾ സ്കൂൾ ഇപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ തുറക്കും. ഇപ്പോൾ സ്കൂൾ ഷൂ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വർഷക്കുട്ടിക്ക് മാത്രമേ വാങ്ങേണ്ട ആവശ്യമുള്ളൂ. കാരണം വിവാൻ ഓൾറെഡി ഇപ്പം ലാസ്റ്റ് മന്താണ് വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് അവന് വാങ്ങുന്നില്ല. അവന് അല്ലാത്ത ഷൂ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കയറിയത് സ്പോർട്സ് ഡയറക്റ്റ് എന്ന് പറയുന്നൊരു ഷോപ്പിലാണ് കേട്ടോ. ഇത് ഇഷ്ടം പോലെ ഷൂ ഉണ്ട്. നോക്കിയെടുക്കാനുള്ള പാടേയുള്ളൂ. കുറേ ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ഇപ്പോൾ കുറേ ഷോപ്പിൽ സെയിൽസ് നടക്കുന്നുണ്ട്. 50%, 70% ഒക്കെ ഓഫറൊക്കെ ഉണ്ട്. അങ്ങനെ അവസാനം വർഷക്കുട്ടി ഒരെണ്ണം സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഏട്ടൻ ആദ്യം വന്നപ്പോഴേ കാണിച്ചു കൊടുത്ത ഷൂ ആണ്. അന്നേരം അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവസാനം കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് അതിൽ തന്നെ എത്തി. കുറേ നോക്കിയതിന് ശേഷമാണ് ഇതൊന്ന് ഫൈനലൈസ് ചെയ്തത്. അതിനിടയിൽ നമ്മൾ വിവാൻകുട്ടിക്ക് ഷൂ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതും നോക്കി ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അവന് സ്കൂൾ ഷൂ അല്ല, സാധാരണ ഷൂ ആണ്. സ്കൂൾ ഷൂ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് പിന്നെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വെളിയിൽ വന്ന ഉടനെ തന്നെ അവൻ്റെ ഷൂ മാറ്റിയിട്ട് പുതിയ ഷൂ ഇടുകയാണ് കേട്ടോ. കിട്ടിയ ഉടനെ തന്നെ ഇട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ഇട്ട് നോക്കുകയാണ്. അതിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ചാടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇടയ്ക്ക് ലൂസാന്ന് പറഞ്ഞിട്ട് പിന്നെ ഏട്ടൻ വീണ്ടും ഒന്ന് ടൈ ഒക്കെ ചെയ്ത് കൊടുത്തു. ഇവിടെ പുതിയ ഷൂ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അങ്ങോട്ട് തുള്ളിച്ചാടുന്നു, ഇങ്ങോട്ട് തുള്ളിച്ചാടുന്നു, ഓടുന്നു, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നന്ദൂസിൽ ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്ക്, 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ പറഞ്ഞു, എന്നാൽ നമുക്ക് നേരെ പോയി ഷേക്ക് കുടിക്കാമെന്ന്. അപ്പോൾ വർഷക്കുട്ടിക്കും വിമാനം ഷേക്ക് മതിയെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനാണ് പറഞ്ഞത് നമുക്ക് നന്ദൂസിൽ കഴിക്കാമെന്ന്. അപ്പോൾ അവർ പറഞ്ഞ് മെയിൽ അയക്കാമെന്നല്ല, മെസ്സേജ് വരും, അപ്പോൾ വന്നാൽ മതിയെന്ന്. ആദ്യം നമ്മൾ ഷേക്ക് ഓർഡർ ചെയ്ത് പിന്നെ നോക്കിയപ്പോൾ അവർ വീണ്ടും 1/2 മണിക്കൂർ കാണിക്കുന്നു വെയിറ്റിംഗ് ലിസ്റ്റ്. അപ്പം പിന്നെ ഏട്ടൻ പറഞ്ഞു എന്നാൽ ഇവിടുന്ന് തന്നെ നമുക്ക് ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും അവർ പോയി ഓർഡർ ചെയ്യുകയാണ്. ആദ്യമേ വർഷക്കുട്ടി പറഞ്ഞതാണ് നമുക്ക് ഇവിടുന്ന് മാത്രം കഴിച്ചാൽ മതിയെന്ന്. അങ്ങനെ പിന്നെ ഇപ്പം പോയി ഓർഡർ ചെയ്തു. അങ്ങനെ ആദ്യം നമ്മുടെ ഷേക്ക് എത്തി. നല്ല അടിപൊളി ഷേക്കാണ് കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെയും കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ഷോപ്പാണ്. അങ്ങനെ നമ്മുടെ ലഞ്ചിന് ഒരു ചിക്കൻ ഡോണറും അതുപോലെ തന്നെ മിക്സ്ഡ് മീറ്റ് ഡോണറും പിന്നെ പിള്ളേർക്ക്
ബർഗറൊക്കെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ സിനിവേൾഡിലെത്തി. അപ്പോൾ സമയം ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് സിനിമ തുടങ്ങാൻ. ഇവിടെ ഇപ്പോൾ കുറേ ആക്ടിവിറ്റീസ് വെച്ചിട്ടുണ്ട്, കുറേ ഗെയിംസാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം 1 പൗണ്ടേ ഉള്ളൂ. 1 പൗണ്ട് കൊടുത്തെങ്കിൽ നമുക്ക് ഇതിൽ കളിക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടി പോകണം. ആദ്യം വർഷക്കുട്ടിയും വിമാനം കളിക്കാൻ വേണ്ടി റെഡിയായി. എനിക്കിവർ കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും കളിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന്. പിന്നെ ഏട്ടൻ നിർബന്ധിച്ചില്ല, നീ കളിക്ക്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നോക്കിയപ്പോൾ അധികം റേറ്റും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. സാധാരണ ഷോപ്പിംഗ് മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ അന്യായ പൈസയായിരിക്കും ഇതുപോലത്തെ ഗെയിം സോണിലൊക്കെ കയറുന്നതിന്. പക്ഷേ ഇപ്പോൾ നമ്മൾ കളിച്ച 2 ഗെയിമും 1 പൗണ്ട് വെച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പിള്ളേരെ കളിപ്പിക്കാനൊക്കെ പറ്റും. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ആരോ മാർക്ക് കാണിക്കും. ആ ആരോ മാർക്കിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി ഡാൻസ് പോലെ കളിക്കണം. അത് നല്ല പാടാണ്. അങ്ങനെ ലാസ്റ്റിൽ ഇപ്പം കാറിലും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മാത്രം 2 പൗണ്ടാണ് കേട്ടോ. വെക്കേഷനായിട്ട് എങ്ങും കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്നുള്ള പരാതി ഇതോടുകൂടി തീർന്നോണമെന്ന് ഞാൻ പറയും. ഇപ്പോൾ 2 ആഴ്ച കൂടെ ഉള്ളൂ വെക്കേഷൻ. അത് കഴിയുമ്പോൾ സ്കൂള് തുറക്കും. അപ്പം പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷനുമായി വെക്കേഷൻ ഔട്ടിങ്ങുമായി എല്ലാം ഒന്നിച്ചങ്ങ് നടന്നു. ചേട്ടൻ ഇവിടെ നിന്ന് ഒരേ ഇൻസ്ട്രക്ഷൻ കൊടുപ്പായിരുന്നു. കണ്ടാൽ തോന്നുന്നു നാളെ ഇവർ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുക, അതിനുള്ള ടെസ്റ്റിനുള്ള പ്രിപ്പറേഷനാണെന്ന്. കറക്റ്റ് സ്റ്റിയറിങ് പിടി, റോഡിൽ കൂടെ ഓടിക്ക്, ബ്രേക്ക് പിടി, അത് പിടി എന്ന് പറഞ്ഞിട്ട് റോഡിലുള്ള എല്ലാ സാധനങ്ങളും ഇടിച്ച് നിരത്തിയിട്ടായാലും അവസാനം വർഷക്കുട്ടി 4th പൊസിഷനിലെത്തിയതിന് സന്തോഷമാണ് ഈ കാണുന്നത്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ സിനിമ കാണാൻ വേണ്ടി പോവാണ്. കാണാൻ വന്ന മൂവി ഫണ്ടാസ്റ്റിക് 4 ആണ് കേട്ടോ. നല്ല മൂവിയാണ്. അപ്പോൾ 2 മണിക്കാണ് ഷോ എങ്കിലും നമ്മൾ അതിനകത്ത് കയറിയിരുന്ന് 1.5 മണിക്കൂർ പരസ്യമായിട്ട് കാണിച്ചുകൊണ്ടേയിരിക്കും. 2:30 ആവും തുടങ്ങണമെന്നുണ്ടെങ്കിൽ. പരസ്യത്തെക്കാട്ടി കൂടുതലും കാണിക്കുന്നത് ഇനി അടുത്ത വരുന്ന അപ്കമിങ് മൂവീസിൻ്റെ ട്രെയിലേഴ്സാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കിനി അടുത്ത പടം ഏത് കാണണമെന്നുള്ളൊരു ഐഡിയ ഒക്കെ കിട്ടും. പക്ഷെ കുറേ നേരം ആകുമ്പോൾ ബോറടിക്കും. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഓരോരോ ഷോപ്പായിട്ട് ചുമ്മാ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടന്നു. ഇത് നമ്മുടെ ഹോം സെൻറ്റർ പോലത്തെ ഒരു ഷോപ്പാണ് കേട്ടോ. ഇന്ത്യ കുട്ടി വീട്ടിൽ നിന്നേ പ്ലാൻ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ഗിഫ്റ്റ് മേടിക്കണം, ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ കാർഡ് കൊണ്ട് മേടിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം. അവൾ നമ്മൾ സിനിമയ്ക്ക് കയറുന്നതിന് മുമ്പ് ഗെയിംസ് ഒക്കെ കളിച്ചില്ലേ, അപ്പോൾ അവിടെ അവൻ്റെ കാർഡ് കൊണ്ട് ചേച്ചി ഒരു ഗെയിമൊക്കെ കളിപ്പിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് മതിയെന്ന്. പക്ഷേ കേൾക്കൂല, എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കണമെന്നായി. ഇവർക്ക് 2 പേർക്കും തനിയെ ഓരോ കാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറിയ എമൗണ്ട് മന്ത്ലി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് അവർക്ക് സേവ് ചെയ്ത് വെച്ചിട്ട് വലിയ എന്തെങ്കിലും സാധനം മേടിക്കാം, അല്ലെങ്കിൽ പരസ്പരം ഇതുപോലെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏട്ടനാണ് പൈസ കൊടുത്തെങ്കിൽ പോലും അവരുടെ കാർഡിൽ വരുമ്പോൾ അവരവരുടെ പൈസ ആവില്ല. അപ്പോൾ അത് സ്പെൻഡ് ചെയ്യാനുള്ള അവരുടെ മനസ്സും അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ചുമ്മാ ഒരു ടെസ്റ്റിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവർ 2 പേർക്കും പരസ്പരം കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ വലിയ താല്പര്യമാണ്. അപ്പോൾ വിവാഹക്കുട്ടിക്ക് ആ കാർഡിൽ തന്നെ, അവൻ്റെ കാർഡിൽ തന്നെ ചേച്ചിക്ക് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. പിന്നെ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു. കാരണം ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്നുള്ള തോന്നലേ വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ അതിനെ നമ്മൾ ഡിസ്കറേജ് ചെയ്യേണ്ടതെന്ന് വെച്ച് അവൻ്റെ കൂടെ നിന്ന് ചേച്ചിക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് വെച്ച് ഫൈനലി അങ്ങനെ ജ്വല്ലറി ബോക്സ് വാങ്ങിച്ചു. ഇതാണ് ഒന്ന്. പിന്നെ ഒരു റൗണ്ട് ഷേപ്പിലും ഇതേപോലെ തന്നെ ഉള്ളത്. 3 വാങ്ങിയ 2 പൈസ കൊടുത്താൽ മതിയായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ നമ്മളൊരു ചെറിയൊരു വീടും കൂടെ വാങ്ങി. അത് ഇതുപോലെ ഷോ പീസായിട്ട് വെച്ചു. പിന്നെ ഇവർക്ക് ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് പിന്നെ ഒരു ക്ലേ മേടിച്ചു കൊടുത്തു. അപ്പോൾ അത് കിട്ടിയ ഉടനെ വന്നപ്പം തന്നെ ഇവിടെ ഇരുന്ന് 2 പേരും കൂടെ ഓരോ മോഡൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനെ നമ്മുടെ കേക്ക് എത്തി. അപ്പോൾ വർഷക്കുട്ടി തന്നെ സെലക്ട് ചെയ്ത കേക്കാണ്. ഇപ്രാവശ്യം നമ്മളൊരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു കേക്കാണ് മേടിച്ചത്. കേക്ക് ബോക്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ്. അവർ വീട്ടിൽ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യും. അപ്പം വർഷയുടെ ഡ്രസ്സ് റെഡ് ആയതുകൊണ്ട് ആ ഒരു റെഡ് കളർ പൂവൊക്കെ വെച്ചിട്ടുള്ള കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഓർഡർ ചെയ്തത്. അങ്ങനെ ഇനിയിപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്.
ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ വർഷിക, ഹാപ്പി ബർത്ത്ഡേ. ചേച്ചിക്കും കൂടെ. അങ്ങനെ കുഞ്ഞൊരു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. എല്ലാ പ്രാവശ്യവും ഞാൻ തന്നെ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാറാണ് പതിവ്. പിന്നെ ഈ പ്രാവശ്യം ഏട്ടൻ പോയിട്ട് വന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മളെല്ലാവരും കൂടെ വെളിയിൽ പോയതാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഒരുപോലെ ആയാലും അത്ര രസമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.